സമോസയും ജിലേബിയും. ഒന്ന് പ്രിയപ്പെട്ട പാൻ ഇന്ത്യ സ്നാക്ക്, രണ്ടാമത്തേത് പ്രിയപ്പെട്ട മധുരവും. ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന ലേബലിംഗ് സിഗരറ്റിന് നമ്മൾ കണ്ടിട്ടുണ്ട്. കവറിലെ ലേബലിംഗ് അല്ലെങ്കിലും നമ്മുടെ സമോസയ്ക്കും ജിലേബിക്കും വിൽപ്പന കേന്ദ്രങ്ങളിൽ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന മുന്നറിയിപ്പ് ബോർഡുകൾ വയ്ക്കണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം ഇപ്പോൾ ചർച്ചയാവുകയാണ്. പഞ്ചസാരയും ട്രാൻസ്ഫാറ്റും പുകയിലേക്ക് സമാനമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് മുന്നറിയിപ്പ്. ആശങ്കപ്പെടാൻ വരട്ടെ, ആദ്യം RDX റാപ്പ് കാണാം. സിഗരറ്റിനെതിരായ മുന്നറിയിപ്പ് പോലെ ജിലേബിക്കും സമോസയ്ക്കും ആരോഗ്യകരമായ ദോഷവശങ്ങൾ വിശദീകരിച്ച് മുന്നറിയിപ്പ് നൽകണമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഭക്ഷണത്തിലെ കൊഴുപ്പിന്റെയും പഞ്ചസാരയുടെയും അളവ് സംബന്ധിച്ച് പൊതുജനങ്ങളെ ബോധവാന്മാരാക്കാൻ ലക്ഷ്യമിട്ട് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് നിർദ്ദേശം. സിഗരറ്റ് പാക്കറ്റുകളിലേതിന് സമാനമായ മുന്നറിയിപ്പാണ് ജനങ്ങളെ ബോധവത്കരിക്കാനായി നൽകേണ്ടത്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ, വകുപ്പുകൾ എന്നിവയുടെ ക്യാന്റീനുകൾ, കഫറ്റീരിയകൾ എന്നിവയ്ക്കാണ് ആദ്യ നിർദ്ദേശം. എന്നാൽ ഇത് നിരോധനമല്ലെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ജിലേബിക്കും സമോസയ്ക്കും പുറമെ ലഡു, വടാപാവ്, പക്കോട എന്നിവയെല്ലാം സൂക്ഷ്മ പരിശോധനയിലാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പഞ്ചസാര, എണ്ണ, കൊഴുപ്പ് തുടങ്ങിയവയുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നിരവധി പഠനങ്ങൾ വന്ന പശ്ചാത്തലത്തിലാണ് നടപടി. 2050 ആകുമ്പോഴേക്കും 44.9 കോടിയിലധികം ഇന്ത്യക്കാർ അമിതവണ്ണമുള്ളവരായി മാറുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. സിഗരറ്റ് മുന്നറിയിപ്പുകൾ പോലെ ഭക്ഷണ ലേബലിംഗും ഗൗരവമുള്ളതായി മാറുന്നതിന്റെ തുടക്കമാണിതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. RDX റാപ്പ്, ന്യൂസ് മലയാളം. 100 ഗ്രാം സമോസയിൽ അടങ്ങിയിരിക്കുന്ന കാലറി ഏകദേശം 250-310 വരെയാണ്. ഫില്ലിംഗ്, എണ്ണ, മൈദയുടെ അളവ്, വറുത്തെടുക്കുന്ന രീതി എന്നിവ അനുസരിച്ച് കലോറിയുടെ അളവ് മാറാം. 100 ഗ്രാം ജിലേബിയിൽ അടങ്ങിയിരിക്കുന്ന കാലറി 300 മുതൽ 395 വരെയാണ്. പഞ്ചസാര ലായനിയിൽ മുക്കി വയ്ക്കുന്നതിൻ്റെ ദൈർഘ്യവും മൈദയുടെ അളവും അനുസരിച്ച് അതും മാറാം. ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട മധുരമാണെങ്കിലും ജിലേബിയുടെ വേരുകൾ പേർഷ്യയിലാണ്. സോൽബിയ എന്ന പേർഷ്യൻ മധുരപലഹാരമാണ് ജിലേബിയുടെ പൂർവികൻ. ഈസ്റ്റ് ചേർത്ത മാവ് വറുത്ത് തേനിലും റോസ് വാട്ടറിലും മുക്കി വയ്ക്കുന്നതാണ് പേർഷ്യൻ പതിപ്പ്. പേർഷ്യൻ ടർക്കിഷ് വ്യാപാരികൾ ഇന്ത്യയിലെത്തിയപ്പോൾ സുൽബിയയും കൂടെ എത്തി. 15-ാം നൂറ്റാണ്ടോടെ ഇന്ത്യയിലെ ഒഴിച്ചുകൂടാനാകാത്ത മധുരമായ ജിലേബിയായി മാറി. ഇന്ത്യൻ വെർഷനിൽ തേനിന് പകരം പഞ്ചസാര ലായനിയും റോസ് വാട്ടർ മാറി കുങ്കുമപ്പൂവോ ഏലക്കയോ ഒക്കെയായി. ഇന്ത്യക്കാർക്ക് ഒഴിച്ചുകൂടാനാകാത്ത വിഭവമാണെങ്കിലും സമോസയും ഇന്ത്യനല്ല. മധ്യേഷ്യയിൽ സുലഭമായി ത്രികോണാകൃതിയിലുള്ള സാൻബുസാജ് ആണ് ഇതിൻ്റെ പൂർവികൻ. ഇറച്ചി, പരിപ്പ്, സുഗന്ധവ്യഞ്ജനങ്ങൾ എല്ലാം ചേർത്തുണ്ടാക്കുന്ന വിഭവമാണിത്. ഡൽഹി സുൽത്താൻമാരുടെ മധ്യേഷ്യൻ പാചകക്കാർ വഴിയാണ് വിഭവം ഇന്ത്യയിലെത്തിയത്. ഇറച്ചിയും നെയ്യും സവാളയും ചേർത്ത് ഇന്ത്യയിലുണ്ടാക്കിയ ആദ്യകാല സമോസകളെപ്പറ്റി വിവിധ രചനകളിലും പരാമർശമുണ്ട്. പിന്നീട് ഇന്ത്യൻ സംസ്കാരവും പാരമ്പര്യവും ഉൾക്കൊണ്ടുള്ള വെജിറ്റേറിയൻ സമോസകൾ ഉത്ഭവിച്ചു. മധ്യേഷ്യയിൽ നിന്ന് വന്നത് ബേക്ക് ചെയ്ത് സമോസകളാണെങ്കിൽ ഇന്ത്യൻ പതിപ്പ് പൊരിച്ചെടുക്കലായി മാറി. ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലുമെല്ലാം സമോസ രുചികൾ വ്യത്യസ്തമാണ്. 1960കളിൽ മുംബൈയിലാണ് വടാപാവിൻ്റെ ഉത്ഭവം. മില്ലുകളിലെ തൊഴിലാളികൾക്കായി ഊർജ്ജത്തോടെ ജോലി ചെയ്യാൻ തയ്യാറാക്കിയ ലഘുഭക്ഷണം. ദാദർ റെയിൽവേ സ്റ്റേഷന് പുറത്തെ കച്ചവടക്കാരനായിരുന്ന അശോക് വൈദ്യയാണ് വടാപാവ് ആദ്യം ഉണ്ടാക്കിയത്. ബ്രെഡ് എന്ന അർത്ഥം വരുന്ന പോർച്ചുഗീസ് വാക്കായ പാവോയിൽ നിന്നാണ് പാവ് വന്നത്. ബ്രെഡിൽ ഉരുളക്കിഴങ്ങും ഇന്ത്യൻ മസാലയും ചേർത്തുണ്ടാക്കിയ ചട്നി ചേർത്ത് വിളമ്പിയത് വിപ്ലവമായി. രാജ്യത്തെ ഏറ്റവും മായം കലർന്ന ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ ഒന്ന് പനീറാണ് എന്ന വിവിധ പഠനങ്ങൾ, വിവിധ സാമ്പിൾ പരിശോധനകളിലൂടെ കണ്ടെത്തിയിരിക്കുന്നു. 83% ഗുണനിലവാര മാനദണ്ഡങ്ങളും പാലിച്ചിട്ടില്ല പനീർ എന്നാണ് കണ്ടെത്തിയത്. പാലിന് പകരം ഉപയോഗിക്കുന്നത് സ്റ്റാർച്ചും രാസവസ്തുക്കളും മലിനജലവുമൊക്കെയാണത്രേ. പ്രോട്ടീൻ ഡയറ്റുകൾ വ്യാപകമായതോടെയാണ് പനീറിൽ മായം കലർത്തി തുടങ്ങിയത് എന്നതുകൂടിയാണ് വിവരം. സുരേഷ്, എന്തായാലും ഈ എല്ലാവർക്കും സുപരിചിതമായ, മിക്കവാറും എപ്പോഴും ഉപയോഗിക്കുന്ന പല രുചികളുമാണ് ഇങ്ങനെ വലിയ കുഴപ്പക്കാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിലേറ്റവും കൗതുകകരമായ ഇതിൽ പലതും വെജിറ്റേറിയനാണ്. വളരെ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എല്ലായിടത്തും സ്വീകാര്യമാണ്. ഈ പല കണക്കുകളും പുതിയ ആരോഗ്യ മാനദണ്ഡങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ, പുതിയ പഠനങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനേക്കാൾ ഭേദം ബീഫാണ്. അതെ, സത്യമാണത്. അത് മാത്രമല്ല ഹർഷ, അതായത് എനിക്കിപ്പോഴും ഈ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ അവിടെയൊക്കെ വായിച്ചു. ഇത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ച് പിന്നീട് മാറ്റി വെച്ചതാണ്, മറ്റു വിഷയങ്ങൾ വന്നതുകൊണ്ട്.
ഈ വായിച്ചു നോക്കുമ്പോൾ എനിക്കും ഇപ്പോഴും ലോജിക്ക് പിടികിട്ടിയിട്ടില്ല. അതായത് ഈ 2 മാത്രം സെലക്ട് ചെയ്ത് എങ്ങനെയാണെന്ന്. ഇപ്പം ഇന്ത്യക്കാരുടെ ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ കാണുന്ന യൂട്യൂബിലും മറ്റുമൊക്കെ കാണുന്ന വീഡിയോസിൽ ഈ സ്ട്രീറ്റ് ഫുഡ് എന്ന് വെച്ചാൽ താഴെ മുഴുവൻ വിദേശികൾ വന്ന് വിമർശിക്കും. എങ്ങനെയാണ് ഇത് കഴിക്കുന്നത് എന്ന് ചോദിക്കുന്ന മാതിരി ആളുകൾക്ക് കുറ്റം പറയാവുന്ന നിരവധിയായിട്ടുള്ള വിഭവങ്ങളുള്ള, അതിൽ തന്നെ എണ്ണയും ഈ പറയുന്ന മധുരമൊക്കെ ഉപയോഗിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിരവധിയായിട്ടുള്ള വിഭവങ്ങളുണ്ട്. അപ്പം അതിനകത്ത് നിന്ന് ഈ ജിലേബിയെയും സമൂസയെയും മാത്രം ആദ്യം എടുത്ത് ഇങ്ങനെ മുന്നോട്ട് വെച്ചതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ 2 വിഭവങ്ങളായിരിക്കും. ചെറിയ തുകയ്ക്ക് കിട്ടുന്നത് കൊണ്ട് ആളുകൾ ഒരുപാട് സാധാരണക്കാരായ ആളുകൾ കഴിക്കുന്നുണ്ടാകണം. കുട്ടികളൊക്കെ കഴിക്കുകയും മറ്റും ചെയ്തിട്ട് ഭാവിയിലേക്കുള്ള പൗരന്മാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ എന്നോട് ഞാനിതിവിടെ പറയണമെന്ന് ആലോചിച്ചു. പക്ഷേ എന്നാലും എന്നോട് എൻ്റെ ഒരു സുഹൃത്ത്, സരസരായിട്ടുള്ളൊരു സുഹൃത്ത് പറഞ്ഞ് 2 പേർഷ്യയിൽ നിന്നാണ് വന്നത്. മുഗളന്മാരുടെ കാലത്താണ് ഇത് ഇങ്ങനെ പ്രശസ്തമായത്. അപ്പം മുഗളന്മാരുടെ കാലത്ത് പ്രശസ്തമായിട്ട് ഉണ്ടാക്കപ്പെട്ട് പ്രശസ്തമാക്കി ഇങ്ങനെ ആളുകൾ ഇത്രയ്ക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇവരിത് നിരോധിച്ചു കളഞ്ഞെന്നൊരു സരസനായവൻ ഒരു സുഹൃത്ത് പാതി തമാശയായിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ അത് ഞാനത് വിശ്വസിക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രമാത്രം വിഭവ വൈവിധ്യമുള്ള എണ്ണയും മധുരവും ഒക്കെ ഇത്രമാത്രം ആഹരിക്കുന്ന പല സംസ്ഥാനങ്ങളിലായിട്ട് കിടക്കുന്ന സംഗതികളിൽ നിന്ന് ഈ 2 മാത്രം മാറ്റിയെടുത്തത് എന്ന സംശയം എനിക്ക് വന്നു. എന്ന് മാത്രവുമല്ല, ഇത്രയ്ക്ക് ആളുകൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളിൽ ചില കുഴപ്പങ്ങളുണ്ട്, അതിങ്ങനെ പരിഹരിക്കണം എന്ന നിർദ്ദേശമായിരുന്നില്ലേ ഇത്രയ്ക്ക് പരിചിതമായിട്ടുള്ളൊരു ഭക്ഷ്യവിഭാഗത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ നമ്മുടെ സംവിധാനങ്ങൾ കൊടുക്കേണ്ടിയിരുന്നതെന്ന സംശയവും എനിക്കുണ്ടായി. അതായത് ഇതിനകത്ത് ഈ പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച സമൂസയും ജിലേബിയും മാത്രമേ വിൽക്കാവൂ, അതിൽ ചില കാര്യങ്ങളൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യണം എന്ന നിർദ്ദേശം ആദ്യഘട്ടത്തിൽ കൊടുക്കേണ്ടിയിരുന്നില്ലേ എന്നെനിക്ക് തോന്നി. അല്ല, പക്ഷേ ഇത് പല രാജ്യങ്ങളിലും ഇങ്ങനെ ആരോഗ്യത്തിന് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന സംഗതികളൊക്കെ എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അത് ഇന്ന കുഴപ്പം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള മുന്നറിയിപ്പുകൾ ഭക്ഷണ സാധനങ്ങളിൽ ആ നിലയ്ക്ക് പ്രദർശിപ്പിക്കാറുണ്ട്. അതായത് പാക്ക് ചെയ്തു വരുന്ന ഭക്ഷണ സാധനങ്ങളിലൊക്കെ അങ്ങനെ പ്രദർശിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ തനീഷ് നേരത്തെ പറഞ്ഞതുപോലെ ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. പിന്നെ മധുര പലഹാരങ്ങളൊക്കെ പല ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നമുക്കറിയാമല്ലോ. നമ്മൾ വിചാരിക്കുന്ന മലയാളിയൊക്കെ അത് താരതമ്യേന കാര്യം ഡയബറ്റിക്സിൽ നമ്മൾ വളരെ മുന്നിലാണെങ്കിലും അതിന് കാരണം ഇവിടെ നമ്മൾ ഈ എന്താണ് ചോറും കപ്പയും ഒക്കെ വെട്ടിയടിക്കുന്നതാണ്. അവിടേക്ക് ഈ ഇതുണ്ടല്ലോ, ഈ ജിലേബി പോലുള്ള മധുര പലഹാരങ്ങൾ. എനിക്കിതിനകത്ത് സംശയിക്കേണ്ട ഒരു കാര്യം, സനീഷ് ഇപ്പോൾ പറഞ്ഞ ഇതൊക്കെ പേർഷ്യയിൽ നിന്ന് വന്നതായതുകൊണ്ടായിരിക്കും ഇത് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ സംശയിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസൂർ പാക്ക് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. കാരണം ഇന്ത്യയിലെ ഏറ്റവും കുഴപ്പം പിടിച്ച ഭക്ഷണ സാധനങ്ങളുടെ പട്ടികയിൽ ഒന്നാമത്, അതായത് ഈ പറഞ്ഞ മധുരവും കൊഴുപ്പും ഏറ്റവും അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളിൽ ഒന്നാമത്തെ പട്ടികയിൽ വരുന്നത് തന്നെയാണ് മൈസൂർ പാക്ക്. അത് ഇതിനകത്ത് ഉൾപ്പെട്ടില്ല എന്നുള്ള ലോജിക്ക് വെച്ചാണെങ്കിൽ പാക്ക് എന്നുള്ളതുകൊണ്ട് വേണമെങ്കിൽ നിരോധിക്കാവുന്നതാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ഞാൻ സനീഷ് സംസാരിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ ജിലേബിയും ഒക്കെ ആണ് ബീഫിനെ അതിനേക്കാളൊക്കെ ബീഫായിരിക്കുന്നു. ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരബദ്ധം പറഞ്ഞു പോയോ എന്ന്, അതല്ലെങ്കിൽ തമാശക്കായാലും അത് പറയാൻ പാടില്ലോ എന്നോർത്ത് വെറുതെ ഗ്രോക്കിനോട് ചോദിച്ചു പറഞ്ഞതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. ഒരു കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. മെലിഞ്ഞ ഗ്രില്ല് ചെയ്ത വേവിച്ച ബീഫ് ജിലേബി, സമൂസ, വടാപ്പാവ് എന്നിവയേക്കാൾ പോഷക സമൃദ്ധവും ആരോഗ്യകരവുമാണ് എന്നാണ് ഗ്രോക്ക് വരെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എന്തായാലും ഇങ്ങനെ ഒരു സാധ്യത കൂടി ഇതിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നത് കൃത്യമായി ഇത് നമ്മൾ തമാശയൊക്കെ വിട്ടാൽ ശരിക്ക് എന്താണ് പോഷകമൂല്യമുള്ള ഭക്ഷണ സാധനങ്ങൾ എന്നുള്ള ഒരു പഠനത്തിൻ്റെ ബാക്കി തന്നെയായിരിക്കും ഈ നിർദ്ദേശം. ആ നിർദ്ദേശങ്ങളിൽ ഇപ്പോൾ പുതിയ കാലത്ത് എങ്ങനെയാണ് ഈ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് എടുക്കരുത് എന്നും അത് നിയന്ത്രിച്ച് മാത്രം വേണം കാർബോഹൈഡ്രേറ്റ് ഉപയോഗിക്കാനെന്നും അപ്പുറത്ത് പ്രോട്ടീൻ ആവശ്യത്തിന് ഉപയോഗിക്കാമെന്നും അത് ഏതളവ് വരെ എടുക്കാമെന്നും ഈ മീറ്റ് ഏതളവിൽ എടുക്കാമെന്നും ഒക്കെയുള്ള ചർച്ചകൾ വളരെ സജീവമായിട്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഈ പുതിയ കാലത്ത് അതൊക്കെ വളരെ സജീവമായ ചർച്ചയായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു ആലോചനയുടെ ബാക്കി തന്നെ ആയിരിക്കും കേട്ടോ. അതായിരിക്കും. ജോലിസ്ഥലങ്ങളിലെ ആരോഗ്യകരമായ ഭക്ഷണ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള മുന്നറിയിപ്പ് മാത്രമാണ് നൽകിയതെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണം. ലഘുഭക്ഷണങ്ങൾ ലേബൽ ചെയ്യുന്നത് ലക്ഷ്യത്തിലേ ഇല്ലെന്നും കേന്ദ്രം വിശദീകരിക്കുന്നു. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയാൽ കാണാം രാവിലെ വയറ് നിറച്ച് ജിലേബിയും കഴിച്ച് കൈക്കോട്ടും തൂക്കി അധ്വാനിക്കാൻ ഇറങ്ങുന്ന തൊഴിലാളികളെ. നല്ല കായികാധ്വാനം ചെയ്യുന്നവർക്കാകാം, പ്രത്യേക മുന്നറിയിപ്പൊന്നുമില്ലെങ്കിലും സാരമില്ല. പക്ഷേ മധുരവും ഫാറ്റുമെല്ലാം വയറ് നിറച്ച് കഴിച്ച് ആയാസമുള്ള പണിയൊന്നും ചെയ്യാതെ മടിപിടിച്ചിരിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പൊക്കെ നല്ലതാണ് എന്ന് തന്നെയാണ് RDXൻ്റെ അഭിപ്രായം. ഇടവേളയിലേക്ക്